2026 ജൂൺ 4-ന് CNN പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വാർത്തയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിന് തീപിടിച്ച കഥയുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ അസർബൈജാനിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ എലൈറ്റ് സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ വളരെ തന്ത്രപരമായി വിന്യസിച്ചതായി ചില വിദേശ വാർത്താ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. ഇറാഖ്, UAE, സോമാലിലാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലുടനീളമുള്ള സൈനിക താവളങ്ങളുടെ രഹസ്യ ശൃംഖലയുടെ ഭാഗമായി ഇറാനിയൻ നഗരമായ തബ്രീസിന് അടുത്തുള്ള താവളങ്ങളിൽ നിന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതത്രേ. അങ്ങനെ ഒരേ സമയം ഇറാന്റെ തെക്ക്, പടിഞ്ഞാറ്, വടക്ക് അതിർത്തികളിൽ ഇസ്രായേൽ സേനയെ എത്തിച്ചു. ഇത് ഇസ്രായേലിന്റെ സൈനികരെ ഇറാന്റെ ഭൂപ്രദേശത്തേക്ക് എളുപ്പത്തിൽ വ്യാപിപ്പിക്കാൻ സഹായിച്ചു. ഇറാഖിൽ 2 ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് സെന്ററുകൾ ഉണ്ടാക്കി. UAE ഒരു അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാൻ സൗകര്യമൊരുക്കി. ഇറാനെതിരെയുള്ള ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേൽ വിമാനങ്ങൾക്ക് സോമാലിലാൻഡ് ഒരു ഇടത്താവളവും ഒരുക്കി. ഇസ്രായേലിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് അംഗങ്ങൾ അവരുടെ എലൈറ്റ് കോംബാറ്റ് ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് ഡ്രോൺ ഓപ്പറേഷനുകളും ഇന്റലിജൻസ് ശേഖരണവും നടത്തുന്ന മൊസാദ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൈനികർ ഇവിടെ തമ്പടിച്ചിരുന്നു. അസർബൈജാൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ ഒരു ഓപ്പറേഷനിലാണ് മാർച്ച് 4-ന് IRGCയുടെ പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കൊല്ലപ്പെട്ടത്. 4 പരമാധികാര രാജ്യങ്ങളിലുടനീളം ഏകോപിപ്പിച്ച ഓപ്പറേഷനായിരുന്നു ഇത്. ചിലത് സർക്കാരുകളുടെ അറിവോടെയും മറ്റു ചിലത് അറിവില്ലാതെയുമായിരുന്നു. അങ്ങനെ ജനാധിപത്യമില്ലാത്ത ആ രാജ്യങ്ങൾ തങ്ങളുടെ അയൽക്കാരനെതിരെയുള്ള യുദ്ധത്തിൻ്റെ താവളങ്ങളായി മാറി. പക്ഷേ ഇറാൻ ഇതിനെയെല്ലാം സമർത്ഥമായി നേരിട്ടു. ഗൾഫിൽ അമേരിക്കൻ കാരിയർ ഗ്രൂപ്പുകൾ, അസർബൈജാനിൽ ഇസ്രായേലി കമാൻഡോകൾ, ഇറാഖിൽ രഹസ്യ ലോജിസ്റ്റിക്സ്, സോമാലിലാൻഡിൽ മൊസാദ്, UAE രഹസ്യമായി ഇറാനിയൻ റിഫൈനറികൾ ബോംബിങ്ങിൽ തകർക്കുന്നു. സൗദി, കുവൈത്ത് താവളങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ബാക്ക് സപ്പോർട്ട് നൽകുന്നു. ഇറാനെതിരെ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. സഖ്യകക്ഷികൾ നിരവധി ബില്യൺ ഡോളറുകൾ ചെലവഴിക്കുന്നു. എന്നിട്ടും ഇറാൻ ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നിലനിർത്തുന്നു. അതിന്റെ മിസൈൽ സംഭരണികൾ 70% സംഭരണം ഇപ്പോഴും നിലനിർത്തുന്നു. ആധുനിക ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും സങ്കീർണമായ സൈനിക ഓപ്പറേഷന് പോലും ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല. അതിനെ അജയ്യമായ നിശ്ചയദാർഢ്യത്തിന്റെ ശക്തിയെന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. 2026 ജൂൺ 4-ന് CNN പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വാർത്തയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിന് തീപിടിച്ച കഥയുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2026 മാർച്ചിൽ ചെങ്കടലിൽ US സൈനിക നീക്കങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിന് ഈ വൻ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ സമയത്ത് US നാവികസേന പുറത്തുവിട്ട ഔദ്യോഗിക പത്രക്കുറിപ്പിൽ ഇത് ചെറിയൊരു അപകടമാണെന്നും വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കിയെന്നും കപ്പൽ ഇപ്പോഴും സജ്ജമാണെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ CNN പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ കപ്പലിന് സംഭവിച്ച വൻ നാശനഷ്ടം വ്യക്തമാക്കുന്നു. കപ്പലിലെ ഓട്ടോമാറ്റിക് ഫയർ സപ്രഷൻ സിസ്റ്റം തകരാറിലാവുകയും തുടർന്ന് നാവികർ 30 മണിക്കൂറിലധികം നേരിട്ട് പോരാടിയാണ് തീ അണച്ചത് എന്നാണ് റിപ്പോർട്ട്. അത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തീ പിടിച്ചതാണ് എന്ന് ഒരിക്കലും അമേരിക്ക സമ്മതിച്ചിട്ടില്ല. കപ്പലിന്റെ ലോണ്ട്രി ഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. നാവികർ ഉറങ്ങുന്ന മുറികൾ പൂർണ്ണമായും കത്തിപ്പോവുകയും മേൽക്കൂരകൾ തകരുകയും ചെയ്തു. ഏകദേശം 600ഓളം നാവികർക്ക് ഇതിനാൽ കിടക്കാനുള്ള സൗകര്യം പോലും ഇല്ലാതായി. കപ്പലിലെ ഭീകരമായ അവസ്ഥ വിവരിച്ചുകൊണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു നാവികൻ CNN പറഞ്ഞതായി വാർത്തകളിൽ വന്നത്, കപ്പൽ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ശരിക്കും ഭയന്നിരുന്നു. ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു. ഈ അപകടത്തെ തുടർന്ന് കപ്പലിന്റെ പ്രവർത്തനശേഷിയെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കപ്പൽ പൂർണ്ണമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് തിരിച്ചെത്താൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. CNN ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് ഈ നാശനഷ്ടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറംലോകമറിഞ്ഞത്.